ഓക്കെ, മാർക്കറ്റുകളുടെ ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് മാർക്കറ്റുകളെ നമുക്ക് കുറച്ച് ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് പേര് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, 4 ടൈപ്പാണ് ഫോംസ് ഓഫ് മാർക്കറ്റ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ പറ്റിയാണ്. മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റും ഒളിഗോപ്പൊളിയും ഒക്കെ പഴയ സിലബസിലുണ്ടായിരുന്നു. ഇപ്പൊ ആ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇല്ല, അത് പഠിക്കാനായിട്ട് ഇല്ല കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്താണെന്ന് പറയാം. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണ്, ഒരു മാർക്കറ്റ് ആണ്. ആ മാർക്കറ്റിൽ ഓൺലി എ സിംഗിൾ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. സിംഗിൾ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ വിൽപ്പനക്കാരൻ, ഒറ്റ സെല്ലർ ഒരാളെ ഉള്ളൂ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരാളെ ഉള്ളൂ. ഓക്കെ, അതാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. മൊണോപ്പൊളി ഏകാധിപത്യം എന്നൊക്കെ പറയത്തില്ലേ. മൊണോപ്പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാർക്കറ്റിൽ ഒരൊറ്റ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരൊറ്റ സെല്ലർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആരായിരിക്കും? ആ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ മൊണോപ്പൊളി മാർക്കറ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ റിയലയൻസ് മാത്രമേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിൽ റിയലയൻസ് മൊണോപ്പൊളി എന്ന് പറയാം. അപ്പൊ റിയലയൻസ് 100 രൂപയുടെ പ്രൊഡക്റ്റ് 150 ആയി. നമുക്ക് അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ 150 കൊടുത്ത് നമ്മളത് വാങ്ങേണ്ടി വരുന്നു. അപ്പൊ ആ പ്രൊഡ്യൂസർ ആയിരിക്കും ആ ഗുഡ്സിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ സിംഗിൾ സെല്ലർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മാത്രമേ ഉള്ളൂ. എന്താണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ തന്നെയാണുള്ളത്. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിൽ ഫ്യൂ പ്രൊഡ്യൂസർ ഫ്യൂ സെല്ലേഴ്സ്, കുറച്ച് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കുറച്ച് സെല്ലർ മാത്രമുള്ള ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണ് ഒളിഗോപ്പൊളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒറ്റ സെല്ലറേ ഉള്ളൂ. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്യൂ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മാത്രമുള്ള ഒരു മാർക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് നോക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ is a market situation in which there is large number of buyers and sellers. There is a large number of buyers and sellers operate freely and the commodity is sold at a uniform price. അപ്പൊ എന്താണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ? ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ആ മാർക്കറ്റിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. കുറേ ബയേഴ്സും ഉണ്ട്, കുറേ സെല്ലേഴ്സും ഉണ്ട്. കുറേ വിൽപ്പനക്കാരും ഉണ്ട്, കുറേ ഉപഭോക്താക്കളുണ്ട്. കുറേ പേര് വാങ്ങാനും ഉണ്ട്, കുറേ പേര് വിൽക്കാനും ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ട്. അപ്പം കുറേ ബയേഴ്സ് ഉണ്ട്, കുറേ സെല്ലേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റ് ഫ്രീലി, ആ മാർക്കറ്റിൽ വലിയ റെസ്ട്രിക്ഷനോ കൺട്രോളോ ഒന്നുമില്ല. മീൻസ് ഗവൺമെന്റോ ലോസോ റെഗുലേഷൻസോ വലിയ കൺട്രോൾ ഒന്നുമില്ല. ഫ്രീ മാർക്കറ്റ് ആണ്, ഓപ്പൺ മാർക്കറ്റ് ആണ്. പിന്നെന്താണ്? ദ കമ്മോഡിറ്റി സോൾഡ് അറ്റ് എ യൂണിഫോം പ്രൈസ്. സെയിം ഗുഡ്സ് സെയിം പ്രൈസിനാണ് വിൽക്കുന്നത്. അതായത് 1 കിലോ അരിക്ക് 65 രൂപയാണെങ്കിൽ അത് ഏത് സെല്ലേഴ്സിനടുത്ത് പോയാലും 65 രൂപ. ഒരു ബോട്ടിലിന്റെ വില 10 രൂപയാണെങ്കിൽ ഏത് സെല്ലേഴ്സിനടുത്ത് പോയാലും അതിന് 10 രൂപ. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എന്താണ്? വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. കുറേ ബയേഴ്സും ഉണ്ട്, കുറേ സെല്ലേഴ്സും ഉണ്ട്. ഫ്രീലി ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ വലിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ മാർക്കറ്റിലെ പ്രോഡക്ട്സ് യൂണിഫോം പ്രൈസിലാണ്, സെയിം പ്രൈസിലാണ് വിൽക്കുന്നത്. ഈ മാർക്കറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. എന്താണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരേപോലുള്ള പ്രൊഡക്റ്റ് ആണ് ഈ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഈ മാർക്കറ്റിൽ ആളുകൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഒരേപോലെയാണ്. അതുകൊണ്ടല്ലേ ഒരേ പ്രൈസ് വാങ്ങാൻ പറ്റുന്നത്. ഓക്കെ, ഞാനൊരു ബോട്ടിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതേ ബോട്ടിൽ തന്നെ ആയിരിക്കും മറ്റൊരു സെല്ലറും വിൽക്കുന്നത്. എല്ലാവരും വിൽക്കുന്ന ഒരേ ടൈപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കും. സെയിം കളർ, സെയിം ഫീച്ചേഴ്സ്, സെയിം പ്രൈസ്, എല്ലാം ഒരേപോലെ ആയിരിക്കും. അതാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ആ മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ് സംഭവിക്കുന്നത്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ട്. അവിടെ ഫ്രീ ഓപ്പൺ മാർക്കറ്റ് ആണ്. അവിടെ കമ്മോഡിറ്റീസ് വിൽക്കുന്നത് യൂണിഫോം പ്രൈസിൽ ആയിരിക്കും. അവിടുത്തെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്? ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. ഈ മൊണോപ്പൊളിസ്റ്റിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മൊണോപ്പൊളിസ്റ്റിക്കിന് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. പക്ഷേ അവിടെ വിൽക്കുന്ന പ്രൊഡക്റ്റ് ഹോമോജീനിയസ് അല്ല, ഒരേപോലെ അല്ല. ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റും മറ്റൊരു സെല്ലർ വിൽക്കുന്ന പ്രൊഡക്റ്റും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, ഡിഫറെന്റ് ആണ്. സെയിം പ്രൊഡക്റ്റ് അല്ല, ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ് വിൽക്കുന്നത്.
അതാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ വ്യത്യാസം. ഓക്കെ, ഇത്രയാണ്. ഇപ്പോൾ ഇതാണ് 4 ടൈപ്പ് ഓഫ് മാർക്കറ്റ്. പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ പറ്റിയാണ്. ബാക്കിയുള്ളത് വേണമെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ, MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട്.